നമസ്കാരം. മദ്യം തലയ്ക്ക് പിടിച്ചാൽ പിന്നെന്ത് വൈദ്യുതി തൂണ്. ആന്ധ്രാപ്രദേശിൽ ഒരു മദ്യപാനി കിടന്നുറങ്ങിയത് വൈദ്യുതി കമ്പിക്ക് മുകളിൽ. മദ്യം ജീവനെ കളയുന്നു അല്ലെങ്കിൽ ഹാനികരമാണെന്ന് അറിഞ്ഞിട്ട് കൂടി അതിനെ മാത്രം ആശ്രയിച്ച് അതിനുവേണ്ടി ക്രിമിനൽ ആകുന്നവരെയും അത് വാങ്ങിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവരെയും നാം കാണാറുണ്ട് അല്ലേ? മദ്യം പല മനുഷ്യരുടെയും സകല നിയന്ത്രണങ്ങളെയും ഇല്ലാതാക്കുന്നു. മദ്യപാനികൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് തമാശകളാണ്, എന്നാൽ ചിലപ്പോൾ അത് ഏറെ അപകടങ്ങളും വരുത്തിവെക്കുന്നുണ്ട്. മദ്യപിച്ച് ഉന്മാദാവസ്ഥയിലായ ഒരു യുവാവ് ചെയ്തത് പട്ടാപ്പകൽ ഇലക്ട്രിസിറ്റി തൂണിന് മുകളിൽ കയറി ഇലക്ട്രിക് കമ്പികൾക്ക് മുകളിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. കണ്ടു നിന്നവർ ഭയന്ന് നിലവിളിച്ചുവെങ്കിലും അദ്ദേഹത്തിന് അതെല്ലാം സ്വന്തം വീരകൃത്യങ്ങളായി അനുഭവപ്പെട്ട് കാണണം. ആന്ധ്രാപ്രദേശിലെ മന്യം ജില്ലയിലെ എം സിംഗിപുരം എന്ന ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇതിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെടുകയും വൈറലാവുകയും ചെയ്തു. തെലുങ്ക് സ്ക്രൈബ് എന്ന എക്സ് ഹാൻഡിൽ നിന്നാണ് വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത്. വൈദ്യുതി തൂണിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈനിന് മുകളിൽ ഒരാൾ കിടക്കുന്ന ദൃശ്യത്തിൽ നിന്നാണ് വീഡിയോ തുടങ്ങുന്നത്. പിന്നാലെ തെരുവിൽ നിരവധി ആളുകളും കൂട്ടം കൂടി നിൽക്കുന്നതും തെലുങ്കിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നതും കേൾക്കാം. മന്യം ജില്ലയിലെ പാലക്കൊണ്ട മണ്ഡലത്തിലെ എം സിംഗിപുരത്ത് ഒരു മദ്യപാനി ഗ്രാമീണരെ ശല്യപ്പെടുത്തി. മദ്യലഹരിയിലായിരുന്ന ഇയാൾ വൈദ്യുതി തൂണിൽ കയറുന്നത് കണ്ട പലരും ഉടൻ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്തു. അയാൾ വൈദ്യുത തൂണിൽ കയറി കമ്പിയിൽ കിടന്നു. കുറച്ചുനേരം അവിടെ ചില ആക്രോബാറ്റിസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്തു. പിന്നീട് എല്ലാം അവനെ നിർബന്ധിച്ച് താഴെ ഇറക്കി. വീഡിയോ പങ്കുവച്ചുകൊണ്ട് തെലുങ്ക് സ്ക്രൈബ്സ് കുറിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ വീഡിയോ 2 ലക്ഷത്തിലേറെ പേരാണ് കണ്ടത്. നിരവധി പേർ മദ്യപാനത്തെക്കുറിച്ചും മദ്യപാനികൾ ഉണ്ടാക്കുന്ന പൊതുശല്യത്തെക്കുറിച്ചും എഴുതി. ബാലയുടെ ആരാധകനാണെന്നാണ് തോന്നുന്നത് എന്നായിരുന്നു ഒരു കാഴ്ചക്കാരൻ എഴുതിയത്. ചിലർ സർക്കാർ സംവിധാനങ്ങളെ കുറ്റപ്പെടുത്താൻ സന്ദർഭം ഉപയോഗിച്ചു. മുങ്ങി മരിച്ച സർക്കാരിൽ വായുവിൽ പൊങ്ങിക്കിടക്കുന്നത് നല്ല മരുന്നാണ് എന്നായിരുന്നു ഒരു കാഴ്ചക്കാരൻ എഴുതിയത്. ജഗൻ ഞങ്ങൾക്ക് മദ്യം മാത്രം മതി, വിദ്യാഭ്യാസം ആവശ്യമില്ലെന്നായിരുന്നു മറ്റൊരു കാഴ്ചക്കാരൻ സാമൂഹിക അവസ്ഥയെ പരിഹസിക്കാനായി എഴുതിയത്. യുവാവ് വൈദ്യുതി തൂണിൽ കയറുന്നത് കണ്ട് നാട്ടുകാർ വൈദ്യുതി വിച്ഛേദിച്ചെന്ന് കുറിപ്പിൽ പറയുന്നുണ്ടെങ്കിലും നിരവധി പേർ വൈദ്യുതി ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കുന്നുവെന്ന് കുറിച്ചു. നാട്ടുകാരുടെ പ്രവൃത്തി യുവാവിന്റെ ജീവൻ രക്ഷിച്ചുവെങ്കിലും ഇയാൾക്കെതിരെ കേസെടുത്തെന്ന് പോലീസ് അറിയിച്ചു.